നമസ്കാരം. ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ റോളിൽ ആരെ കളിപ്പിക്കണം? ഇതിന് കൃത്യമായൊരു ഉത്തരം പറയുന്നുണ്ട് മുൻ ബ്രസീലിയൻ സൂപ്പർ താരം ലൂയിസ് ഫാബിയാനോ. ഒരുപക്ഷെ ബ്രസീൽ ഈ നമ്പർ 9 പൊസിഷനിൽ മികച്ച ക്വാളിറ്റിയുള്ള താരത്തെ അവസാനമായി കണ്ടത് ലൂയിസ് ഫാബിയാനോയിലൂടെ ആയിരിക്കും. ഏതായാലും ഫാബിയാനോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ ബ്രസീൽ ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്. ESPNനോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാവരും നല്ല ഫോമിലാണെങ്കിൽ നമ്പർ 9 ആയിട്ട് ഞാൻ ജാവോ പെഡ്രോയെ സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റുകൾ, അദ്ദേഹം വളരെ ടോളാണ്, കൃത്യമായിട്ട് അദ്ദേഹത്തിന് പെനാൽറ്റി ബോക്സിൽ നീക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ നമ്പർ 9 ആക്കണം. ഇനി അദ്ദേഹം അല്ലെങ്കിൽ മറ്റാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അതായത് അൺക്വസ്റ്റനബിൾ എന്ന രൂപത്തിൽ ഇപ്പോൾ നമ്പർ 9 ക്വാളിറ്റിയുള്ള ഒരുപാട് കളിക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 9 എന്ന രൂപത്തിൽ ഞാൻ ആരെയും കാണുന്നില്ല. മാത്യൂസ് കുഞ്ഞക്ക് വേണമെങ്കിൽ അങ്ങനെ കളിക്കാം. ജാവോ പെഡ്രോ ഒരുപാട് ഗോളുകൾ നേടുന്നുണ്ട്. മേ ബി എൻട്രിക്ക് ഭാവിയിൽ ഒരു സർപ്രൈസ് എന്ന രൂപത്തിൽ നമ്പർ 9 ആയിട്ട് മികച്ച രൂപത്തിൽ ഉയർന്നു വന്നേക്കാം. പക്ഷേ മറ്റൊരു സ്ട്രൈക്കറെ ഇപ്പോൾ ആ രൂപത്തിലേക്ക് സ്റ്റെപ്പപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, എൻട്രിക്കിന് റയൽ മാഡ്രിഡിൽ അത്ര പ്ലെയിങ് ടൈമൊന്നും ലഭിക്കാതെ അവിടെ നിന്ന് പോയി ഇപ്പോൾ ഫ്രഞ്ച് ലീഗിലെത്തി ലിയോണിൽ കളിച്ചുകൊണ്ട് ഫോം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ലൂയിസ് ഫാബിയാനോ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡിലെ പ്രോബ്ലങ്ങൾ കാരണം എൻട്രിക്ക് ഒരല്പം താഴേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടരൻ മത്സരങ്ങളുടെ ആ ഒരു റൺ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഒരു ഗുഡ് റൺ ഓഫ് ഫോംസ് 2-3 മാസക്കാലത്തേക്ക് അദ്ദേഹത്തിന് തുടരാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മികച്ച താരം എന്ന രൂപത്തിൽ വേൾഡ് കപ്പ് ടീമിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടത്ര സമയമില്ല. അതാണ് എൻ്റെ വ്യൂ. ശരിക്കും പറഞ്ഞാൽ എൻട്രിക്ക് ഒരുപാട് പുറകിലായി പോയി ഈ സംഭവങ്ങൾ കൊണ്ട് എന്നാണ് ഇപ്പോൾ ലൂയിസ് ഫാബിയാനോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.